ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച്, അതും വിത്തൗട്ട് എനി ഓവൻ, നമുക്ക് എങ്ങനെയാണ് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കേക്ക് ഉണ്ടാക്കാനുള്ള റീസൺ എൻ്റെ മോളാണ്. അവൾക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെപ്പോലെ ഉള്ള മടിച്ചുകൾക്ക് വേണ്ടിയിട്ട് വെറും സിമ്പിളായ രീതിയിൽ 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 ഓറിയോ ബിസ്ക്കറ്റും 2 ഡയറി മിൽക്കും 1 കപ്പ് പാലുമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓറിയോ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ക്രഷ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഓറിയോ ബിസ്ക്കറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രഷായി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ബേക്കിംഗ് പൗഡറും പിന്നെ നല്ല ഇളം ചൂട് പാലും അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കോൺസിസ്റ്റൻസി ലെവൽ കിട്ടുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഇതേ നല്ല രീതിയിൽ ബാറ്റർ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം തിക്നെസ്സും ലൂസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 25 to 30 മിനിറ്റ്സ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് ഇങ്ങനെ ഇട്ടിട്ട് കുത്തി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്. അതിനുശേഷം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഡയറി മിൽക്കാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് പാലും നെയ്യൊക്കെ ഇട്ടിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നട്ട്സ് ഉള്ള ചോക്ലേറ്റ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇതേ നമ്മളെ കേക്കൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് താല്പര്യമുള്ളതുപോലെ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും. നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് 2ാമത്തെ ലെയറൊക്കെ വെച്ചിട്ട് മേലെ നമ്മൾ അതൊന്ന് ഇങ്ങനെ ഗാർണിഷ് ചെയ്യുന്ന വിധത്തിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രെഡാക്കി. അതിൽ തന്നെ ഓൾറെഡി നട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ചോക്കോ ചിപ്സും ഒന്നും ഇടേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് നമ്മൾ പറഞ്ഞേ പറ്റൂ. അത്രയും വെൽ കുക്ക്ഡായി അതിൻ്റെ ഒരു മോയിസ്റ്റ് കണ്ടൻറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റുന്നതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.